നമസ്തേ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും പൈതൃക വിജ്ഞാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിന്ദു മതത്തിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ചാണ്. എല്ലാ മനുഷ്യർക്കും ശരീരമല്ലാത്ത മനസ്സ്, ആത്മാവ് ഉണ്ടെന്നും അതിന് ഒരു വ്യക്തമല്ലാത്ത രൂപമാണെന്നും അത് ലിംഗവ്യത്യാസമില്ലാത്തതാണെന്നും സർവേശ്വരനായ പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരാനുള്ളത് ആണെന്നാണ് വേദാന്തത്തിൽ പറയുന്നത്. ഒരു വ്യക്തിയുടെ ആത്മാവ് മരണശേഷം മോക്ഷം കിട്ടിയാൽ പരമാത്മാവിൽ ലയിച്ചു ചേരും എന്നും അല്ലെങ്കിൽ മോക്ഷം കിട്ടുന്നത് വരെ പുനർജന്മം എടുക്കും എന്നുമാണ് വിശ്വാസം. കർമ്മം, ധ്യാനം എന്നീ കർമ്മങ്ങളിലൂടെ മോക്ഷം കണ്ടെത്തുക എന്നതാണത്രേ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം. എന്നാൽ വേദാന്തമല്ല ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം, മറിച്ച് ഉപനിഷത്തുകൾ ആണ് എന്നാണ് പുരോഹിതരല്ലാത്ത ഹിന്ദു ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. ഹൈന്ദവം എന്നത് മതത്തെക്കാളേറെ ഉത്ഭവിച്ച ഒരു വലിയ ഭൂപ്രദേശത്തേക്ക് വ്യാപിപ്പിക്കപ്പെട്ട് അതിലൂടെ നരവംശപരമായും സാംസ്കാരികപരമായും വൈവിധ്യത പുലർത്തുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഈ മുഖ്യധാര സ്വന്തം ഉദ്ബോധനങ്ങളിൽ നിന്നും ഹൈന്ദവ സാംസ്കാരിക സമന്വയങ്ങളിൽ നിന്നോ വരുന്നതാണ്. ഒരു ഹിന്ദു വിവാഹവധു ഹിന്ദുമതം സമ്പൂർണമായ ആരാധന, വിശ്വാസ സ്വാതന്ത്ര്യം നൽകുന്നു. ഹിന്ദുമതം സകല ലോകത്തെയും ഒറ്റ സത്യത്തെ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ കുടുംബമായി കാണുന്നു. അതിനാൽ ഇത് എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ട് ഏകത്വത്തിന് ഭംഗം വരുത്തുന്നവയെ തിരസ്കരിക്കുന്നു. അതിനാൽ ഹിന്ദുമതത്തിൽ സ്വധർമ്മ പരിത്യാഗം, നാസ്തികത്വം, ദൈവദൂഷണം എന്നിവയില്ല. പ്രധാനമായ ഹൈന്ദവ ധാരകൾ ധർമ്മം, അതായത് വ്യക്തിയുടെ കർത്തവ്യങ്ങൾ, സംസാരം, ജനനം, ജീവിതം, മരണം, പുനർജന്മം എന്നിങ്ങനെയുള്ള ചാക്രികം. കർമ്മം എന്നാൽ പ്രവൃത്തികളും അനുപ്രവൃത്തികളും. മോക്ഷം എന്നാൽ സംസാരത്തിൽ നിന്നുള്ള മോചനം. യോഗം എന്നാൽ ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയാണ്. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.